നമസ്കാരം. ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ സുരക്ഷാബോധം മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും നമുക്ക്. അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ, ആ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമാക്കാൻ അവർ ഏതറ്റം വരെയും പോകും. ആ രാജ്യം നൽകുന്ന സുരക്ഷ തന്നെയാണ് ജൂത ജനതയുടെ പ്രതീക്ഷയും. അതിന് അവരെ കുറ്റപ്പെടുത്താനും സാധിക്കില്ല. ആ രാജ്യം ജന്മം കൊണ്ടതു മുതൽ ഇവിടെ വരെ നിലനിന്ന ചരിത്രമെടുത്താൽ സുഡാപ്പികളല്ലാത്തവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് അതിജീവനം നടത്തിയതെന്ന്. ഒക്ടോബർ 7 വരെ അവർ ആക്രമണം നടത്തുന്നവർക്കെതിരെ മാത്രം അടിച്ചമർത്തുന്നതിനായാണ് ആയുധമെടുത്തത്. എന്നാൽ അന്നത്തെ ആ ദിവസത്തോടെ അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങ് വിട്ടു. രാജ്യത്തെയും ജനത്തെയും രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന അവസ്ഥയിലെത്തി. അങ്ങനെ അവർ ഹമാസിനെ ഇല്ലാതാക്കാൻ രംഗത്തെത്തി. ഇതിനു മുൻപും ഹമാസിനെതിരെ തിരിച്ചടിച്ചിരുന്നപ്പോഴും ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ അവസാനിപ്പിക്കാറുണ്ടായിരുന്നു. കാരണം ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നതല്ലായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം. മറിച്ച് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമ്പോൾ മാത്രം തിരിച്ചടിക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരുന്നത്. കൂടാതെ ലെബനൻ കേന്ദ്രീകരിച്ച് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ഹിസ്ബുള്ളയെയും അവർ വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഒക്ടോബർ 7 ഇസ്രയേൽ രംഗത്തിറങ്ങുന്നത് സകല ഭീകരരെയും തുടച്ചു നീക്കുമെന്ന പ്രതിജ്ഞയോടെയാണ്. അപ്പോഴും അവരുടെ അജണ്ടയിൽ ഹിസ്ബുള്ള ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹിസ്ബുള്ള ഇറാന്റെ നിർദ്ദേശപ്രകാരം ഹമാസിനെ പിന്തുണയ്ക്കാൻ വടക്കൻ ഭാഗത്ത് ആക്രമിച്ചു കൊണ്ടിരുന്നതോടെ ഇസ്രായേലിന്റെ റഡാറിലേക്ക് ഹിസ്ബുള്ള വരികയാണ്. അങ്ങനെ ഒരേ സമയം തന്നെ തെക്ക് ഹമാസിനെയും വടക്ക് ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേൽ പോർമുഖം തുറന്നു. യുദ്ധം 1 വർഷം കഴിഞ്ഞതോടെ രണ്ടും ഏതാണ്ട് ഇല്ലാതെയായ അവസ്ഥ. തുരങ്കത്തിൽ പോലും ഒളിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ ഹമാസിനെ ഒതുക്കി. പുതിയ തലവന്മാർ പോലും തലപൊക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ പുതുതായി വന്ന തലവന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു. ഒരിക്കലും ആർക്കും തൊടാൻ പോലും സാധിക്കില്ലെന്ന് വിശ്വസിച്ച് ഇറാന്റെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞിരുന്ന ഹസൻ നസ്രുള്ളയെ പോലും ഇസ്രയേൽ വധിച്ചു. ലെബനോനിലെ ഭൂമിക്കടിയിലെ തുരങ്കത്തിൽ ഒരു ബോംബിനും തകർക്കാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന നസ്രുള്ളയെ എന്തിനധികം ഇറാന്റെ സുരക്ഷിതത്വത്തിൽ ടെഹ്റാൻ നഗരത്തിൽ അവരുടെ പട്ടാളത്തിന്റെ നടുവിൽ കഴിഞ്ഞിരുന്ന ഹമാസ് തലവൻ യഹിയ സിൻവാറിനെ ഇസ്രയേൽ തട്ടിക്കളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ആ സമയം ഇസ്രായേലിനെതിരെ ആയുധമേന്തിയ സകല ഭീകരരും ഇറാനും സ്തംഭിച്ചുപോയി എന്നതാണ് വാസ്തവം. അതിനുശേഷം തലവനായ ആളെയും ഗാസയ്ക്ക് പുറത്തു കടക്കും മുമ്പ് തന്നെ ഇസ്രായേൽ തീർത്തു കളഞ്ഞു. അങ്ങനെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നട്ടല ഇസ്രായേൽ ഒടിച്ചു കഴിഞ്ഞു. ഇനി അവർ തലപൊക്കാൻ കാലങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. അൽ ജസീറ മുതൽ മീഡിയ വൺ വരെയുള്ള മാധ്യമങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ മാധ്യമങ്ങൾക്കും ഇതാണ് സത്യാവസ്ഥ എന്നറിയാം. കേരളത്തിലെ ചില സുഡാപ്പിവാദികളും തിരിച്ചടിച്ചു എന്ന് പറയുമെങ്കിലും എണീറ്റു നിൽക്കാൻ ജീവനില്ലാത്ത അവസ്ഥയാണെന്നും നയിക്കാൻ നാഥനില്ലാത്ത അവസ്ഥയാണെന്നും അറിയാം. നാഥനാവാനും അവിടെയുള്ളവർക്ക് പേടിയുണ്ട് എന്നത് തന്നെയാണ് സത്യം. കാരണം ഇസ്രായേൽ തട്ടുമെന്ന് ഉറപ്പ്. ലെബനോനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയത് ഹിസ്ബുള്ളയുടെ വിജയമെന്നൊക്കെ ആ സുഡാപ്പികളല്ലാതെ മറ്റാര് പറയാനാണ്? ഹിസ്ബുള്ളയെ അടിച്ചൊതുക്കി ഇറാനെ ഭയപ്പെടുത്തി നിർത്തി തന്നെയാണ് ഇസ്രയേൽ ലെബനനിൽ നിന്ന് പിന്മാറിയത്. അങ്ങനെ ഇസ്രായേൽ ഭീകരതയ്ക്ക് എതിരെയുള്ള അവരുടെ യുദ്ധത്തിൽ മുന്നേറ്റം നടത്തുമ്പോഴാണ് ഇസ്രായേലിന്റെ തൊട്ടയൽ രാജ്യമായ ഇസ്രായേലിന് ഭീഷണിയായിരുന്ന സിറിയയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം വരുന്നത്. സത്യത്തിൽ സിറിയയിൽ സംഭവിക്കുന്ന വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നത് തന്നെയായിരുന്നു ഇസ്രായേലിന്റെ നിലപാട്. സിറിയ ആര് ഭരിച്ചാലും ഇസ്രായേൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മിന്നലാക്രമണം നടത്തിയിരുന്നു. സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കസിലെ ഇറാന്റെ എംബസി പോലും ഇസ്രായേൽ തകർത്തിരുന്നു. അതിനൊന്നും തിരിച്ചടിക്കാൻ സിറിയ തുനിഞ്ഞിട്ടുമില്ല. ഒരിക്കൽ പോലും ഇസ്രായേലിന്റെ പ്രവൃത്തിക്കെതിരെ സിറിയ ഒരു റോക്കറ്റ് പോലും അയച്ചിട്ടില്ല എന്നതും ഓർക്കണം. കാരണം സിറിയയും അതിന്റെ ഭരണാധികാരിയും അടിസ്ഥാനപരമായി ഇസ്രായേലിന് ഒരു പോരടിക്കാനോ യുദ്ധം ചെയ്യാനോ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിന് സിറിയയിൽ സംഭവിക്കുന്നത് വിഷയമായി തോന്നാതിരുന്നതും. ബാഷർ അൽ അസദിനെ കൊന്നുകളഞ്ഞാലും അയാൾ ഭരണം തുടർന്നാലും അത് ഇസ്രായേലിനെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയോടെയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാം അസദിനെ അട്ടിമറിച്ചത്. അവർ മുന്നേറി വന്നപ്പോൾ തന്നെ അസദും കുടുംബവും മോസ്കോയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഇസ്രായേൽ വ്യോമാക്രമണവും നടത്തി. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുകയായിരുന്നു വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പക്ഷേ ആശ്ചര്യം തോന്നുന്നതുമാണ്.
ഇസ്രായേലിനെ ഇല്ലാതെയാക്കുമെന്ന് പ്രഖ്യാപിച്ച ഇറാനെ പിന്തുണച്ചിരുന്ന ബാഷർ അൽ അസദ് തന്നെ ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നത്. റിബൽ സേന മുന്നേറിയപ്പോൾ അസദ് ആദ്യം സഹായത്തിനായി വിളിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആയിരുന്നു. തുർക്കിഷ് മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പിന്നീട് ലോകമാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു. അസദിന്റെ ആവശ്യം തന്നെ രക്ഷിക്കണം എന്നതായിരുന്നു. തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, താൻ മോസ്കോയിലേക്ക് പോവുകയാണ്. ഇതനുസരിച്ചാണ് അസദിനെ സുരക്ഷിതമായി മോസ്കോയിലേക്ക് പറക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തത് ഇസ്രായേൽ. ആരും ആ വ്യോമപാതയിൽ വരാത്ത വിധത്തിൽ അസദ് മോസ്കോയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത അടുത്ത നിമിഷം ഇസ്രായേൽ സിറിയയിൽ വ്യോമാക്രമണം നടത്തി. ഈ വ്യോമാക്രമണം എല്ലാം കൃത്യം ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ 50 വർഷമായി സിറിയ ശേഖരിച്ചു വെച്ചിരുന്ന സകല ആയുധങ്ങളും സകല മിലിറ്ററി ക്യാമ്പുകളും അവർ തകർത്തെറിഞ്ഞു. അസദാണ് ഈ വിവരങ്ങൾ മുഴുവൻ ഇസ്രായേൽ സേനയ്ക്ക് കൊടുക്കുന്നത്. സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് ഇസ്രായേലിന് സ്വന്തം രാജ്യത്തിന്റെ സുപ്രധാന സുരക്ഷാ വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ട് തന്നെയാണെന്ന് ഇതിലൂടെ വ്യക്തമായി. ഇതായിരുന്നു അവർ തമ്മിലുള്ള ഡീൽ, അതായത് അസദും നെതന്യാഹുവും തമ്മിലുള്ള ഡീൽ. സിറിയയുടെ ആയുധ ശേഖരങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ തുടങ്ങി എന്നിവയുമായി ബന്ധപ്പെട്ട സകല തന്ത്രപ്രധാനമായ വിവരങ്ങളുമാണ് അസദ് ഇസ്രായേലിന് കൈമാറിയത്. ഒരുപക്ഷെ ഇക്കാര്യങ്ങളിൽ എല്ലാ രേഖകളും കൈവശപ്പെടുത്തിയ ഇസ്രായേലിന് സിറിയയിൽ ആഞ്ഞടിക്കാനും അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും നാവിക താവളങ്ങളും എല്ലാം വളരെ കൃത്യമായി തകർക്കാനും കഴിഞ്ഞുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിലെ ലത്താക്കിയിലുള്ള ഹെമിം വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയുടെ വിമാനത്തിലാണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത്. ഈ വിമാനത്തെ ആക്രമിക്കാതെ വളരെ സുരക്ഷിതമായി റഷ്യയിലെത്താൻ ഇസ്രായേൽ സൈന്യം സഹായിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് നിർത്തിയ നേതാവായിരുന്നു അസദ്. എന്നാൽ നിർണായക ഘട്ടത്തിൽ ഇസ്രായേലിന്റെ കൂടി സഹായം വാങ്ങിയാണ് അസദ് രക്ഷപ്പെടുന്നത്. അതായത് നെതന്യാഹു ഒരു ഞൊടിയിട കൊണ്ട് സിറിയയുടെ എല്ലാ സുപ്രധാന വിവരങ്ങളും അപ്പോഴും അവരുടെ പ്രസിഡന്റ് ആയിരുന്ന അസദിൽ നിന്ന് തന്നെ ശേഖരിക്കുന്നു. പകരം സുരക്ഷിതമായി സിറിയ വിടാനുള്ള അനുമതി കൊടുക്കുന്നു. അങ്ങനെ സിറിയയിലെ പുതിയ സർക്കാരിന് ഇസ്രായേലുമായോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയോ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ മുഴുവൻ ഇല്ലാതെയാക്കി. ഇസ്രായേലിനോട് ആരാധന തോന്നാനുള്ള പ്രധാന കാര്യം ഇതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനതയുടെ സുരക്ഷയാണ് പ്രധാനം. അയൽ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നത് അവർക്കൊരു വിഷയമേ അല്ല. അസദ് ഏകാധിപതിയാണ്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നയാളാണ്. അസദ് പോകുന്നത് നല്ലത് തന്നെയാണ് ഒരു തരത്തിൽ. എന്നാൽ അസദ് പോയാൽ പകരം വരുന്നത് അതിനേക്കാൾ വലിയ ഭീകരവാദികളാണെന്നും അത് ലോക സമാധാനത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും ഇസ്രായേൽ മനസ്സിലാക്കി കൃത്യമായ ഇടപെടൽ നടത്തി. അസദിന്റെ സഹായത്തോടുകൂടി സകല ആയുധ ശേഖരങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് തച്ചുടച്ചിരിക്കുന്നു. ഇസ്രായേലും ലോകവും സുരക്ഷിതം. വിമതരുടെ കയ്യിൽ ഇനി ആയുധവുമില്ല. ഭീകരവാദികളുടെ കയ്യിലേക്ക് ആയുധമെത്തിയാൽ ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അഫ്ഗാനിലേതുപോലെയല്ല. അവിടെ അമേരിക്കയുടെ പാവ സർക്കാരാണ് ഭരിച്ചിരുന്നത്, ആയുധങ്ങളും ഉണ്ടായിരുന്നു. സിറിയയുടെ സ്ഥിതി അങ്ങനെയല്ല. സിറിയ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശത്രുവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവരെ ഇല്ലാതെയാക്കിയിരിക്കുന്നു. ഇനി വിമതർ അവിടെ ഭരിച്ചാലും ലോകത്തിന് ഭീഷണിയില്ല. അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇസ്രായേൽ അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ എടുക്കുന്ന തന്ത്രങ്ങൾ, നയതന്ത്രങ്ങൾ, നീക്കങ്ങൾ, ശത്രുവിനോടുള്ള മനോഭാവം, ആജന്മ ശത്രുവിന്റെ പോലും സഹായം സ്വീകരിക്കുന്ന, ആജന്മ ശത്രുവിനെ പോലും ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങി ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ ഇവിടുത്തെ സുഡാപ്പികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നന്ദി.